സ്ഥിരമായി ഹോട്ട്സ്പോട്ട് വഴി മറ്റുള്ളവർക്ക് ഡാറ്റ ഷെയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ വലിയ തോതിൽ കേടുപാടുകൾ വരുത്തുകയാണ്. ഹോട്ട്സ്പോട്ട് എന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മറ്റൊരാൾക്ക് ചെറിയ സമയത്തേക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ്. അല്ലാതെ വൈഫൈ കണക്ഷനെ പോലെ സദാസമയവും ഓൺ ചെയ്തിട്ടിട്ടും ഒരുപാട് പേര് കണക്ട് ചെയ്തിട്ടും ഉപയോഗിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ വളരെ പെട്ടെന്ന് കേടാവുന്നതാണ്. അപ്പോൾ സ്ഥിരമായി ഹോട്ട്സ്പോട്ട് വഴി ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്നതെന്നും ഹോട്ട്സ്പോട്ട് ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യത്തെ പ്രശ്നം ബാറ്ററിയുടെ ആയുസ് ഗണ്യമായി കുറയുമെന്നുള്ളതാണ്. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുമ്പോൾ ഫോണിലെ വൈഫൈ ചിപ്പും സെല്ലുലാർ മോഡവും ഒരേ സമയം കൂടുതൽ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് തീരാൻ കാരണമാകുന്നു. പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആകുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് തവണ ചാർജ് ചെയ്യേണ്ടി വരും. തുടർച്ചയായുള്ള ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ബാറ്ററിയുടെ ആയുസ്സിനെ ബാധിക്കുക തന്നെ ചെയ്യും. രണ്ടാമത്തെ പ്രശ്നം ഫോൺ അമിതമായി ചൂടാകുമെന്നുള്ളതാണ്. ഫോണിലേക്ക് മൊബൈൽ ഡാറ്റ സ്വീകരിക്കുന്നതിനൊപ്പം അതൊരു റേഡിയോ തരംഗങ്ങളായി പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ പ്രോസസ്സറിനും മോഡത്തിനുമൊക്കെ വലിയ സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത് ഫോൺ അമിതമായി ചൂടാകാൻ കാരണമാകുന്നു. അത് ഫോണിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടുകളെയും ഡിസ്പ്ലേയും ഒക്കെ ദോഷകരമായി ബാധിക്കും. ഡിസ്പ്ലേനൊക്കെ ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒക്കെ വരുന്നത് ഇതുപോലെ അമിതമായി ഫോൺ ചൂടായിട്ട് ഉപയോഗിക്കുന്നവരുടേതാണ്. അതുപോലെ തന്നെ ഇൻറ്റേർണലായിട്ട് അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഇതുപോലെ ഫോൺ അമിതമായി ചൂടാകുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. മൂന്നാമത്തെ പ്രശ്നം ഫോണിൻ്റെ വേഗതയും പെർഫോമൻസും കുറയുമെന്നുള്ളതാണ്. നമ്മൾ ഹോട്ട്സ്പോട്ട് ഓണാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട്സ്പോട്ട് ഓണാക്കിയ സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വലിയ ഗെയിമുകൾ, എഡിറ്റിംഗ് ടൂളുകൾ, അതുപോലെ തന്നെ ഹെവി ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ലാഗ് അനുഭവപ്പെടും. പക്ഷേ നമ്മളത് ശ്രദ്ധിക്കാറില്ല, നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് ഉപയോഗിക്കും. അപ്പോൾ ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഫോണിന് അമിതമായ ബാധ്യതയാണ് ഉണ്ടാകുന്നത്. അത് കാലക്രമേണ നമ്മുടെ പ്രോസസ്സറിനെയും അതുപോലെ തന്നെ ഫോണിൻ്റെ പെർഫോമൻസിനെയും എല്ലാം ബാധിക്കുന്നതാണ്. നാലാമത്തെ പ്രശ്നം മൊബൈൽ ഡാറ്റ വലിയ തോതിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് മറ്റൊരാൾക്ക് ഇൻ്റർനെറ്റ് നൽകുമ്പോൾ അവരുടെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈഫൈ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ സ്വയമേ അവ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യും. ഓൺലൈൻ സ്ട്രീമിംഗ് വീഡിയോകൾ ഹൈ ക്വാളിറ്റിയിൽ പ്ലേ ചെയ്യും. സോഷ്യൽ മീഡിയ ആപ്പുകൾ കൂടുതൽ പേജുകൾ മുൻകൂട്ടി ലോഡ് ചെയ്യും. ഫോണിലിരിക്കുന്ന ആപ്പുകൾ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി മുൻകൂട്ടി ഡാറ്റകൾ ശേഖരിച്ച് വെക്കും. എന്തിന് വാട്സപ്പിൽ വരുന്ന മീഡിയകളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആകും. അപ്പോൾ പ്രതിദിന ഡാറ്റ ലിമിറ്റൊക്കെ ഉള്ളവർ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ഡാറ്റ തീർന്നു പോകുന്നതാണ്. ഇനി ഹോട്ട്സ്പോട്ടുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫോണിൽ ഉപയോഗിക്കുന്ന ബാക്ക് കവർ ഒഴിവാക്കുന്നത് ചൂട് കുറക്കാൻ വലിയ തോതിൽ സഹായിക്കും. അതുപോലെ ഒന്നിലധികം ഫോണുകളും ഡിവൈസുകളും ഫോണിൽ കണക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സിനകത്ത് തന്നെ ഡിവൈസുകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിലവിലുള്ളത് മാറ്റി ഒരു സമയത്ത് ഒരു ഡിവൈസ് എന്നാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം മറ്റുള്ളവർക്കായി ഹോട്ട്സ്പോട്ട് വഴി ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുക. ആവശ്യം കഴിഞ്ഞാൽ ഉടനെ ഓഫ് ചെയ്യുകയും വേണം. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു വൈഫൈ മോഡം പോലെയൊന്നും സദാസമയവും ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് ഒരിക്കലും ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോൺ തകരാറിലാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.